2025 യുകെയിലും അമേരിക്കയിലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിൽപ്പന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ആഗോളതലത്തിൽ രാജ്യങ്ങൾ അനിശ്ചിതത്വത്തിനിടയിൽ നിൽക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസം വർദ്ധിച്ചുവരുന്ന തരത്തിലാണ് പുതുതായി പുറത്തിറക്കിയ വ്യാവസായിക കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. യുകെയിൽ 2019നും 2025നും ഇടയിൽ ബൈബിൾ വിൽപ്പന ഇരട്ടിയിലധികമായി വർദ്ധിച്ചതായി സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജ് നടത്തിയ ഗവേഷണം പറയുന്നു. 2019 2.69 മില്യണായിരുന്ന വിൽപ്പന കഴിഞ്ഞ വർഷം 6.3 മില്യണായി ഉയർന്നു. 2024 മുതൽ 2025 വരെ വാർഷിക വളർച്ച 27.7% ക്രോസ്വേ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് പതിപ്പാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ബൈബിൾ വിവർത്തനമെന്ന് SPCK CEO സാം റിച്ചാർഡ്സൺ പറഞ്ഞു. ഈ സുസ്ഥിര വളർച്ചയെ ക്വൈറ്റ് റിവൈവൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. 2025 യൂഗോവ് വോട്ടെടുപ്പിൽ 18നും 25നും ഇടയിൽ പ്രായമുള്ള ബ്രിട്ടീഷുകാരിൽ 49% പേർ സമ്പൂർണ്ണ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയിലും വിശുദ്ധഗ്രന്ഥ വിൽപ്പനയുടെ തോത് ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. സർക്കാന ബുക്ക് സ്കാനിൽ നിന്നുള്ള കണക്കനുസരിച്ച് 2025 19 ദശലക്ഷം ബൈബിളുകൾ വിറ്റഴിക്കപ്പെട്ടു. ഇത് 21 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കും 2024 12% വർധനവുമാണ്. 2019 മുതൽ വിൽപ്പന ഇരട്ടിയിലധികമായി. ആഗോള സംഘർഷം, ദ്രുതഗതിയിലുള്ള സാങ്കേതിക മാറ്റം, സാമൂഹിക അസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ പ്രവണതയുടെ പ്രേരക ശക്തികളായി വ്യവസായ വിശകലന വിദഗ്ധരും പ്രസാധകരും ചൂണ്ടിക്കാണിക്കുന്നത്. 2024 ബൈബിൾ വിൽപ്പന മൊത്തത്തിലുള്ള പ്രിന്റ് പുസ്തക വിപണിയേക്കാൾ വളരെ കൂടുതലാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യാശയ്ക്കായുള്ള വർദ്ധിച്ചുവരുന്ന അന്വേഷണത്തെയാണ് ഈ കുതിപ്പ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പബ്ലിഷേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജെഫ് ക്രോസ്ബി പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും പ്രസാധകർ വിദ്യാർത്ഥികളിലും യുവാക്കളിലും പ്രത്യേകിച്ച് ബൈബിൾ വായനയിൽ ശക്തമായ താൽപര്യം റിപ്പോർട്ട് ചെയ്യുന്നു. വിശ്വാസവും ആത്മീയതയും പര്യവേക്ഷണം ചെയ്യുന്നതിനാൽ പലരും ഡിജിറ്റൽ പതിപ്പുകളേക്കാൾ അച്ചടിച്ച ബൈബിളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.